നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രതിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മൗലിക അവകാശങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ മൗലിക അവകാശമാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൻ്റെ അകത്തെ 1-2 ആർട്ടിക്കിൾ കൂടി ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ ഒരു ആർട്ടിക്കിൾസിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ 20ാമത്തെ ആർട്ടിക്കിൾ ആണ് പറഞ്ഞു നിർത്തിയതെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം, 21ാമത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. അപ്പൊ 21ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉണ്ട് എന്നാണ് 21ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന മൗലിക അവകാശത്തിൻ്റെ അകത്ത് വരുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പൊ അവിടെ പറയുന്ന കാര്യം എന്താണ്? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇങ്ങനെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇരിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഈ 21ാമത്തെ ആർട്ടിക്കിളാണ്. അതായത് നമുക്ക് ഇവിടെ ജീവിക്കുവാനും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം നിലനിർത്താനും അവകാശം നൽകുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 21ാമത്തെ ആർട്ടിക്കിൾ എന്ന കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ 21ാമത്തെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് 1-2 പ്രത്യേകതകളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ പറയുന്ന ആർട്ടിക്കിളിനെയാണ് പൊതുവിൽ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത്. അപ്പം ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കുന്നത് ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? അപ്പം 21ാമത്തെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഓർത്തിരുന്നോണം. അപ്പം ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട 1-2 ഉത്തരവുകൾ കോടതിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്തിരുന്നോണം. ഒന്ന്, പുകവലി നിരോധനം. നമുക്കറിയാം പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പം ഇത്തരത്തിൽ ഒരു തീരുമാനം വരുന്നതിന്റെ അടിസ്ഥാനം ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 21ആണ്. കേരള ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൊണ്ടുവരുന്നത്. അപ്പം പുകവലിക്കുക എന്ന് പറയുന്ന ഒരാളുടെ സ്വാതന്ത്ര്യമാണെങ്കിലും അതിൻ്റെ പുക മറ്റൊരാളിലേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ശരീരത്തിന് അത് ഹാനികരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അത് ഖനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹരിത ട്രൈബ്യൂണൽ നിങ്ങൾ കേട്ടുള്ളതായിരിക്കും. പരിസ്ഥിതി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ് ഹരിത ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അത് രൂപീകരിക്കുന്ന 2010 അത് രൂപീകരിക്കുന്നതിന് അടിസ്ഥാനം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21ആണ്. അപ്പൊ അവിടെ പറയുന്ന കാര്യം പരിസ്ഥിതി ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം പരിസ്ഥിതി സംരക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുത്തുള്ളൂ. അപ്പൊ അത്തരത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹരിത ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതിന് അടിസ്ഥാനം ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലും ഏതാണ്? 21ാമത്തെ ആർട്ടിക്കിൾ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത്തരത്തിൽ പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ഏത്? 21 എന്ന കാര്യം ഓർത്തിരിക്കുക. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ 21ാമത്തെ ആർട്ടിക്കിളിന് ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇന്റർനെറ്റ് ഒരു സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള പല വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 കാര്യം കൂടി ഓർത്ത്. കാരണം ഒരു വ്യക്തിയുടെ ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെയുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പൊ അത് ഏതെല്ലാം തലത്തിൽ വരുന്നോ അതെല്ലാം ഇതിന്റെ അണ്ടറിൽ വരുമെന്ന കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, മുമ്പേ നമ്മൾ അടിയന്തരാവസ്ഥയെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പം ഇവിടെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വസ്തുതയാണ് പറയുന്ന ആർട്ടിക്കിൾ 359. ആർട്ടിക്കിൾ 359 ഇത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും 20ഉം 21ഉം ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അടിയന്തരാവസ്ഥ വരുമ്പോൾ ബാക്കിയുള്ള ആർട്ടിക്കിൾസ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. ഈ ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കായിട്ട് സസ്പെൻഡ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ പറയുന്ന ബാക്കിയുള്ള മൗലിക അവകാശങ്ങൾ വേണമെങ്കിൽ ഈ പറയുന്ന പ്രസിഡന്റിന് സസ്പെൻഡ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന ആർട്ടിക്കിൾ 20ഉം 21ഉം ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യല്ലേ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 359. അപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ഒരു കാരണവശാലും സസ്പെൻഡ് ചെയ്യല്ലേ എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ള മൗലിക അവകാശങ്ങളിലെ ആർട്ടിക്കിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതാണ്? 20ഉം 21ഉം എന്ന കാര്യം ഓർത്ത്. കാരണം അത് ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ഒഴിവാക്കല്ലേ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യല്ലേ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം എന്നുകൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത മൗലിക അവകാശത്തിലേക്ക് വരാം. അടുത്തത് ഏതാണ്? 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ന് ഓർത്തിരിക്കുക. 20 കഴിഞ്ഞാൽ 21A ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഭരണഘടനയിൽ പിന്നീട് കൂട്ടിച്ചേർത്ത മൗലിക അവകാശമാണ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഏത്? വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ആണ് 21A എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവിടെ പറയുന്ന കാര്യം 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടും നിർബന്ധിതമായിട്ടും വിദ്യാഭ്യാസം സർക്കാർ കൊടുക്കണം എന്നാണ് ആർട്ടിക്കിൾ 21A പരാമർശിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ആ ഒരു ആശയം ഭരണഘടനയിൽ ചേർക്കുന്നതിന് കാരണമായ ഭേദഗതിയാണ് 86-ാം ഭേദഗതി 2002 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ അത് പറയുമ്പോൾ അതിനോട് ചേർത്ത് ഓർത്തിരിക്കേണ്ട മറ്റു ചില പോയിന്റുകൾ കൂടിയുണ്ട്, അതിലേക്ക് വരാം. അപ്പം വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കുന്നത് 2002 86-ാം ഭേദഗതി പ്രകാരമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഒരു നിയമം വരുന്നുണ്ട്. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന RTE, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് നിലവിൽ വരുന്നത് 2010 ഏപ്രിൽ 1-ാം തീയതിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്ന വർഷമെന്ന് ചോദിച്ചാൽ 2010 എന്ന് പറയണം. എന്നാൽ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട ഭേദഗതി നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 2002 എന്നും പറയണം. ഭേദഗതി 2002, നിയമം വന്ന വർഷമെന്ന് ചോദിച്ചാൽ 2010 എന്നും പറയണം. തിരിഞ്ഞു പോകരുത്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഈ പറയുന്ന വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പല കമ്മിറ്റികൾ പഠനം നടത്തിയിട്ടുണ്ട്. ആ 1-2 കമ്മിറ്റികളുടെ പേര് കൂടി നിങ്ങൾ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി വരുന്ന ആദ്യത്തെ കമ്മിറ്റിയുടെ പേരാണ് രാമമൂർത്തി കമ്മിറ്റി. 1990-ലാണ് വരുന്നത്. ഏത് കമ്മിറ്റിയാണ്? രാമമൂർത്തി കമ്മിറ്റി 1990-ലാണ് വരുന്നത്. അടുത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ മുഹിറാം സെൻ കമ്മിറ്റിയാണ്. 1999-ലാണ് വരുന്നത്. ഏതാണ് മുഹിറാം സെൻ കമ്മിറ്റി എന്ന് പറയുന്ന? 1999 എന്ന് ഓർത്തിരിക്കുക. അടുത്ത കമ്മിറ്റിയാണ് തപസ് മജുംദാർ കമ്മിറ്റി. ഏതാണ് തപസ് മജുംദാർ കമ്മിറ്റി എന്ന് പറയുന്നത്? ഈ ഒരു കമ്മിറ്റിയുടെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന 86-ാം ഭരണഘടന ഭേദഗതി നിലവിൽ വരുന്നതിന് കാരണം തപസ് മജുംദാർ കമ്മിറ്റിയാണ്. ഈ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വരികയും അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് 86-ാം ഭരണഘടനാ ഭേദഗതി വരുന്നതും എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നപ്പം ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ മൗലിക അവകാശത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ഈ പറയുന്ന 2-ാമത്തെ മൗലിക അവകാശത്തിലെ അവസാനത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. 22-ാമത്തെ ആർട്ടിക്കിൾ. 22-ാമത്തെ ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ, അറസ്റ്റിനും തടങ്കൽ വെക്കുന്നതിനും എതിരായ അവകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പാലിക്കപ്പെട്ടിരിക്കണം. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം 22-ാമത്തെ ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? അറസ്റ്റിനും തടങ്കിൽ വെക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശം എന്ന രീതിയിൽ വരുന്ന ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പാലിക്കേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവിടെ പറയുന്ന 1-ാമത്തെ കാര്യം, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം ബോധിപ്പിക്കണം. ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടങ്ങ് പോവുക മാത്രം ചെയ്താൽ പറ്റത്തില്ല. ഈ പറയുന്ന എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാരണം എന്താണെന്ന് ആ വ്യക്തിയെ ബോധ്യമാക്കിയിരിക്കണം എന്നാണ് 1-ാമത് പറയുന്ന കാര്യം. 2-ാമത് പറയുന്ന കാര്യം, ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കണം. അതായത് ഈ പറയുന്ന ഒരാളെ ഇപ്പം ഒരു കോടതി ഉത്തരവിട്ടു, ഇന്നയാളെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ കോടതി ഉത്തരവ് പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് ഉള്ളിൽ, അതായത് യാത്രാസമയം ഒഴിച്ച് 24 മണിക്കൂറിനുള്ളിൽ അതേ മജിസ്ട്രേറ്റ് തന്നെ ഹാജരാക്കണം. അപ്പൊ യാത്രാസമയം ഒഴിച്ച് എന്ന് പറയുന്നതിന്റെ ലോജിക്ക്, ഇപ്പം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഈ പറയുന്ന എറണാകുളത്തുള്ള ഒരു കോടതിയാണ് ഉത്തരവിടുന്നത്. പക്ഷെ അയാളെ പോലീസ് ചിലപ്പോൾ അറസ്റ്റ് ചെയ്ത് ഡൽഹി വെച്ചായിരിക്കും. അപ്പം ഡൽഹിയിൽ നിന്ന് ഈ പറയുന്ന കേരളത്തിലേക്ക് വരാൻ ചിലപ്പം 24 മണിക്കൂറിൽ കൂടുതൽ ചിലപ്പോൾ എടുത്തു വന്നിരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് യാത്രാ സമയം ഒഴിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിൽ ഹാജരാക്കണമെന്ന് പറയുന്നത്. അപ്പം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണിത്. അപ്പം അറസ്റ്റ് ചെയ്തു എന്ന് വെച്ച് പോലീസിന് ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പാലിക്കപ്പെട്ടിരിക്കണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അതുപോലെ തന്നെ 22ാമത്തെ ആർട്ടിക്കിൾ പറയുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നതാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്ന കാര്യം. എന്താണ് കരുതൽ തടങ്കൽ? അപ്പം എന്താണ് ഈ കരുതൽ തടങ്കൽ? ഇംഗ്ലീഷ് നമ്മൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയാറുണ്ട്. അപ്പം ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം തെറ്റ് ചെയ്താൽ മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളെ വേണമെങ്കിലും പോലീസിന് അറസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ ചിലപ്പം അയാൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ സമൂഹത്തിൽ പിന്നീട് അത് മറ്റു രീതിയിൽ പല ഇഷ്യൂസും വരാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതായത് സമൂഹത്തിന്റെ ഒരു സുരക്ഷ എന്ന രീതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതിനെയാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വേണമെങ്കിലും ഒരാളെ പോലീസിന് അറസ്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ കരുതൽ തടങ്കിൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് വരുമ്പോൾ അയാളെ ഈ പറയുന്ന ജയിലിലൊന്നും കൊണ്ടിടണമെന്നില്ല. ഈ പറയുന്ന വീട്ടിൽ തന്നെ ആയിരിക്കും അയാളെ നിലനിർത്തുന്നത്. പക്ഷെ അയാൾക്ക് ഈ പറയുന്ന മറ്റൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ വെളിയിൽ പോകാനോ ഉള്ള പ്രൊവിഷൻസ് ഒന്നുമില്ല. പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അപ്പൊ അതാണ് ഈ കരുതൽ തടങ്കൽ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കരുതൽ തടങ്കലിലാണെങ്കിലും ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. പരമാവധി 3 മാസത്തിൽ കൂടുതൽ നിലനിർത്താൻ പാടില്ല. വിചാരണ കൂടാതെ ഒരാളെ കരുതൽ തടങ്കലിൽ പരമാവധി 3 മാസത്തിൽ കൂടുതൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം കരുതൽ തടങ്കലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? 22ാമത്തെ ആർട്ടിക്കിൾ എന്ന് ഓർത്തിരിക്കുക. അപ്പം 2ാമത്തെ മൗലിക അവകാശമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 19 തൊട്ട് 22 വരെയുള്ള ആർട്ടിക്കിളിൻ്റെ അകത്താണ് 2ാമത്തെ മൗലിക അവകാശം വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ 3ാമത്തെ മൗലിക അവകാശത്തിലേക്ക് വരാം. ഒരു വലിയൊരു മൗലിക അവകാശമായിരുന്നെങ്കിൽ 3 എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. 2 ആർട്ടിക്കിൾ മാത്രമേ അവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം 3ാമത്തെ മൗലിക അവകാശത്തിലേക്ക് വരാം. എന്താണ്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ചൂഷണത്തിന് എതിരെ ഉള്ള അവകാശം. അതായത് ചൂഷണത്തിനുള്ള അവകാശമല്ല, അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാറിപ്പോൾ. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, അതായത് നമ്മളെ ചൂഷണം ചെയ്യാൻ മറ്റൊരാൾക്ക് അവകാശമില്ല, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള അവകാശം നമുക്കുണ്ടതാണ് ഈ പറയുന്ന 3ാമത്തെ മൗലിക അവകാശം. 2 ആർട്ടിക്കിളാണ് വരുന്നത്. 23ഉം 24ഉമാണ് അവിടെ വരുന്നത്. അതിൽ 23ന്റെ അകത്ത് പറയുന്ന കാര്യമാണ് അടിമത്തം, കൂലി നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുക, മനുഷ്യ വ്യാപാരം എന്നിവ തടയുന്നതിനെ പറ്റി പറയുന്നു. അതായത് മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാ നടപടികളെയും തടയണം അല്ലെങ്കിൽ തടയാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 23 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളാണ് അടിമത്തം, ഈ പറയുന്ന മറ്റൊന്ന് കൂലി നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യുക. ഈ പറയുന്ന ജോലി ചെയ്യാൻ പറയുന്നു, ജോലി ചെയ്യുന്നു, പക്ഷെ കൂലി നൽകുന്നില്ല. അതുപോലെ മനുഷ്യ വ്യാപാരം, അതായത് ആൾക്കാരെ വിൽക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരാളെ ചൂഷണം ചെയ്യുന്ന നടപടികളാണ്. അതെല്ലാം തടയണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 23ന്റെ അകത്താണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറയുന്ന ആർട്ടിക്കിളിന്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാണ് ബോണ്ടഡ് ലേബർ ആക്ട് 1976 വരുന്നതാണ്. എന്താണ്? ബോണ്ടഡ് ലേബർ ആക്ട് 1976. അതായത് ഈ പറയുന്ന ജോലിയിൽ കയറുമ്പോൾ കരാറ് വെക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ബോണ്ട് എഴുതി കൊടുത്തിട്ട് ജോലിയിൽ കയറുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല എന്ന് പറയുന്നതാണ് ബോണ്ടഡ് ലേബർ ആക്ട് എന്ന് പറയുന്ന 1976 ഈ നിയമം വരുന്നത്. ഇനി മറ്റൊരു നിയമമാണ് മിനിമം വേജ് ആക്ട് 1948 ഈ നിയമം വരുന്നത്. അപ്പൊ മിനിമം വേജ് ആക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ജോലി ചെയ്താൽ മിനിമം ഇത്ര രൂപയെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള വേതനം കൊടുക്കണം. അതാണ് ഈ മിനിമം വേജ് ആക്ട് എന്ന് പറയുന്നത്. അതും ഈ പറയുന്ന ആർട്ടിക്കിളിന്റെ അണ്ടറിലാണ് വരുന്നത്. കാരണം മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികൾ തടയുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരാളെ കൊണ്ട് ജോലി ചെയ്യിച്ചു, 1000 രൂപയുടെ ജോലി ചെയ്യിച്ചു, 100 രൂപ കൊടുക്കുന്നു. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പാടില്ല. ഒരു ജോലി ചെയ്താൽ മിനിമം കൂലിക്കുള്ള അവകാശമുണ്ട് എന്നാണ് ഈ നിയമത്തിന്റെ അകത്ത് പരാമർശിക്കുന്നത് എന്ന കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 23മായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് 24ാമത്തെ ആർട്ടിക്കിളിലേക്ക് വരാം. അപ്പൊ 24ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത് എന്താണ് പറയുന്നത്? ബാലവേല തടയണം എന്നാണ് പറയുന്നത്. ബാലവേല നിരോധനത്തെ പറ്റിയാണ് 24ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് കഠിനമായ ജോലികൾ ചെയ്യിക്കാൻ പാടില്ല. എന്താണ്? 14 വയസ്സ് വരെയുള്ള കുട്ടികളെ കൊണ്ട് കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് 24ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്ത്.
അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മുമ്പേ പറഞ്ഞ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഒന്ന് ഓർത്തേ. അവിടെ എന്താണ് പറയുന്നത്? 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ അർത്ഥം 14 വയസ്സ് വരെ കുട്ടികൾ നിർബന്ധമായിട്ടും സ്കൂളിൽ പോകണം, പഠിക്കണം എന്നാണ് പറയുന്നത്. 14 വയസ്സ് കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാം. അപ്പം 14 വയസ്സ് വരെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല, അവർ പഠിക്കുക തന്നെ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം കൊണ്ടുവരുന്നുണ്ട്. അപ്പം ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ 24 എന്ന് പറയണം. അപ്പം ബാലവേല നിരോധന നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നുണ്ട്. അത് 1986 ഈ നിയമം ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് 2016 ബാലവേല നിരോധന നിയമം ഭേദഗതി ചെയ്യുന്നുണ്ട്. അപ്പം ബാലവേല നിരോധന നിയമം പാസ്സാക്കിയ വർഷം 1986, അത് ഭേദഗതി ചെയ്ത വർഷം 2016 എന്ന് ഓർത്തിരിക്കാം. അതുപോലെ ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന എന്നാണ് ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നാണ്? ജൂൺ 12 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട്, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 3 മൗലിക അവകാശങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു 3 മൗലിക അവകാശങ്ങൾ കൂടിയാണ് വരുന്നത്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.